ചെറിയ കഷ്ണം ക്യാരറ്റ് കയ്യിലിരിപ്പുണ്ടോ? എന്നാൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ കിടിലനൊരു രുചി കറി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ നമുക്കിത് ക്യാരറ്റ് കൊണ്ടൊരു കിടിലൻ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അത് വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ക്യാരറ്റെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്, കാരണം പിള്ളേരൊന്നും ക്യാരറ്റ് കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവർ കഴിക്കത്തുള്ളൂ കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നേർത്ത കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ ക്യാരറ്റ് വേവാനായിട്ട് വളരെ കുറച്ച് വെള്ളം മതി. അപ്പോൾ അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് കശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചാൽ മതി കേട്ടോ. നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്കുണ്ടല്ലോ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് വളരെ കുറച്ച് തേങ്ങ മാത്രം മതി. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് ജീരകവും ഒരു 2-3 അല്ലി ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ നല്ലോണം പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് മറിയുന്നുണ്ടേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്കും നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാനുണ്ടല്ലോ നമ്മുടെ ഈ തവി കൊണ്ട് ഒന്നെല്ലാം കൂടെ ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കാം, വേണ്ടെങ്കിലും ഉടയ്ക്കേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ അരപ്പ് വെട്ടിത്തിളയ്ക്കാതെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല പതപതാന്ന് വരും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് എടുക്കാം. അതിലേക്ക് തിളപ്പിച്ചാറി ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു സ്പൂണ് കൊണ്ടോ വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് തൈര് ഉടച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറിയെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളർ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിനുള്ളിലെ ചൂടുണ്ടാവും. അപ്പോൾ തൈരിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ കറിയുടെ ഒരു കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് താളിപ്പുണ്ടാക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ താളിപ്പ് പോലെ തന്നെയാണ്. നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടെ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെയൊക്കെ കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത്തിരി കായപ്പൊടിയും കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കിയെടുത്താൽ നമ്മൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറിയെല്ലാം നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ താളിപ്പും ചെറിയ രീതിക്കൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ചൂടോടെ ഒഴിച്ചാൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ താളിപ്പൊക്കെ കറിയിലേക്ക് ഒഴിച്ച് നോക്കിക്കേ. നമ്മുടെ കറിയുടെ കളറൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പോൾ ഒന്നുകൂടെ ആ ക്യാരറ്റിൻ്റെ കളറെല്ലാം നമ്മുടെ കറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ താളിപ്പൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാൻ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. കഴിക്കാത്തവരും കഴിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഇതായിരുന്നു കേട്ടോ സ്പെഷ്യൽ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.